വളരെ സന്തോഷമായിട്ട് പള്ളിക്ക കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്താനമായി ഞാൻ വിലസി വാണിരുന്ന കാലത്ത് എനിക്ക് വില്ലനായിട്ട് കടന്നു വന്നവനാണ് എൻ്റെ അനിയൻ. ചേട്ടായി എന്ന് അവൻ എന്നെ സ്നേഹത്തോടെ വിളിച്ച കാലം എനിക്ക് ഓർമ്മയില്ല. +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ചേട്ടായി സെമിനാരിയിൽ നിന്ന് തിരിച്ചു പോരെ, അത് കഴിഞ്ഞ് ഞാൻ സെമിനാരിയിൽ പൊക്കോളാം എന്ന് നീ പറഞ്ഞതിന്റെ ഉറപ്പിൽ +2 പഠനവും കഴിഞ്ഞ് നിന്റെ അടുത്ത് വന്നപ്പോൾ എന്തായാലും ഇത്രയും ആയില്ലേ, ചേട്ടയെ തന്നെ അച്ഛനായിക്കോ എന്നും പറഞ്ഞ് നീ ഒരു കള്ളച്ചിരി ചിരിച്ചത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ചുരുങ്ങിയ 10 വർഷമേ ഞാൻ അവന്റെ കൂടെ സ്നേഹിക്കാനും കളിക്കാനും തല്ലുകൂടാനുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒത്തിരി നല്ല ഓർമ്മകൾ അവൻ എനിക്ക് നൽകിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്നെ വിട്ടിട്ട് ഞാൻ സെമിനാരിയിൽ പോയപ്പോൾ ചേട്ടായി കൂടെ ഇല്ലാത്തതിനാൽ വിഷമിച്ച് നിന്റെ മനസ്സിനെ ഞാൻ കാണാതെ പോയിട്ടുണ്ട്. സെമിനാരിയിൽ നിന്ന് ആദ്യത്തെ അവധിക്ക് വീട്ടിലെത്തി മടങ്ങവേ ആരും കാണാതെ എന്റെ ബാഗിനുള്ളിൽ നീ ഒളിച്ചു വെച്ച നിനക്കറിയാവുന്ന മലയാള അക്ഷരമൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ചെറിയ കത്തും അതോടൊപ്പം വെച്ച 2 സമ്മാനങ്ങളും മാത്രം മതി നീ എന്നെ എന്തോരം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് തെളിവ്. അതൊരു നിധി പോലെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിലും പ്രതീക്ഷയോടെ നാളെയെ നോക്കിക്കാണുവാനുള്ള നിന്റെ ഊർജം പലപ്പോഴും എനിക്ക് പ്രചോദനമേകിയിട്ടുണ്ട്. അല്ലേലും പപ്പയ്ക്കും മമ്മിക്കും ഇളയ മോനോടാണ് സ്നേഹമെന്ന് എപ്പോഴും ഞാൻ തമാശയായി പറയുമെങ്കിലും നിന്നെ സ്നേഹിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അവർക്കും എനിക്കും ഒത്തിരി നന്ദി.